ഗൾഫ് മേഖലയിലെ അപൂർവം അന്വേഷണാത്മക പത്രപ്രവർത്തകരിൽ ഒരാളാണ് ഖലീജ് ടൈംസിലെ മസർ ഫാറൂഖി. ഉത്തേജം ജനിപ്പിക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ, അത് ഇന്ത്യയിൽ നിന്നും UAE-യിൽ നിന്നും. ഓരോ റിപ്പോർട്ടിന് പിന്നിലും പിന്നാമ്പുറ കഥകളുണ്ട്. ആ കഥകൾ പുസ്തകരൂപത്തിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. മാസ് ഫയൽ എന്ന പുസ്തകം ഇപ്പോൾ ആമസോണിൽ ബെസ്റ്റ് സെല്ലറാണ്. മസർ ഫാറൂഖിയുടെയും ആ പുസ്തകത്തിൻ്റെയും കഥയാണ്. മസർ ഫാറൂഖി UAE-യിൽ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം തുടരുന്ന ജേർണലിസ്റ്റ്. Yeah, so my name is Mazhar Farooqi. I'm a Dubai-based journalist and the country's only investigative journalist. I work with Khaleej Times. I'm a senior editor there, and I've been in Dubai for almost 19 years now. ഏതാണ്ട് 2 പതിറ്റാണ്ടായി ഈ മാധ്യമ പ്രവർത്തകൻ UAE-യിലുണ്ട്. ഇപ്പോൾ ഖലീജ് ടൈംസിന്റെ സീനിയർ എഡിറ്റർ. നേരത്തെ ഗൾഫ് ന്യൂസ് പ്രസിദ്ധീകരണമായിരുന്ന എക്സ്പ്രസിന്റെ എഡിറ്റർ. 2005-ൽ ഗൾഫ് ന്യൂസിൽ എത്തുന്നതിന് മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ്, പയനീർ എന്നീ പത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കർശനമായ മാധ്യമ നിയമങ്ങളുടെ പരിധിയിൽ നിന്ന് തന്നെ നിരവധി ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവന്നു എന്നതാണ് മസർ ഫാറൂഖി എന്ന മാധ്യമ പ്രവർത്തകനെ വ്യത്യസ്തനാക്കുന്നത്. ഇന്ത്യയിലും UAE-യിലും ചെയ്ത റിപ്പോർട്ടുകൾക്ക് പിന്നിലെ രസകരവും ഉദ്വേഗം ജനിപ്പിക്കുന്നതുമായ പിന്നാമ്പുറ കഥകളാണ് മസറിന്റെ ഈ പുസ്തകം. ദുബൈയിലെ ലേഡീസ് ടോയ്ലറ്റിൽ അപായ ധരിച്ചെത്തിയ വിശ്വപ്രശസ്ത ഗായകൻ മൈക്കിൾ ജാക്സനെ കയ്യോടെ പിടികൂടിയ അനുഭവമുണ്ട് ഇദ്ദേഹത്തിന്. 2005-ൽ ദുബൈയിലെത്തിയ കാലത്ത് ഇബ്നു ബത്തൂത്ത മാളിലായിരുന്നു ആ സംഭവം. So I'm thinking either this is some rich kid or some idiot who is doing something, and now the police are going to come and take him away and make his. But I'm very curious. This is about 4 o'clock in the evening now. So I called my office and said, there is a man in an abaya. He was in the washroom. Has been caught. What do we do? He said, okay, we can leave a small story. You can just see what is happening. And then suddenly I see policemen coming, like 30 or 40, and they form a big ring. I'm thinking, what is happening? This man is still there. They're not catching him, and there's a whole security ring outside. So I go to the guard and say, who is this guy? Oh. And the security guard is from Bangladesh or India. He says, we don't know. He's saying some Jackie Chan. I said, what Jackie Chan? He said, Michael Jackie Chan. He said, Michael Jackson. He said, yeah, this is Michael Jackson. He said, are you sure? He said, yes. Oh my God. I go up to him. I said, hello, Michael. He takes out his wheel and says, does that make you happy? Oh my God, Michael Jackson. I am fighting with him. He was on the floor. തന്നെ കുഴപ്പത്തിലാക്കരുതെന്ന് അഭ്യർത്ഥിക്കാൻ അന്ന് ഫോണിലേക്ക് വിളിച്ച ലോകപ്രശസ്തനായ ആ ഗായകന്റെ നമ്പർ മസർ ഏറെക്കാലം സൂക്ഷിച്ചിരുന്നു. കടുത്ത സമ്മർദ്ദങ്ങൾ അതിജീവിച്ചും ഗൾഫ് ന്യൂസ് അന്ന് പ്രസിദ്ധീകരിച്ച വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റെടുത്തു. തൻ്റെ പെൺമക്കൾക്കൊപ്പം അപായ ധരിച്ചെത്തിയ ഗായകൻ സ്ത്രീകളുടെ ടോയ്ലറ്റിൽ തെറ്റിക്കയറിയെന്നായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ PR ടീം വിശദീകരിച്ചത്. ആ വാർത്ത 2009-ൽ പിന്നീട് മൈക്കിൾ ജാക്സന്റെ മരണസമയത്ത് പുനഃപ്രസിദ്ധീകരിച്ചിരുന്നു. ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോൾ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം ഭക്ഷിക്കേണ്ടി വന്ന അനുഭവം പങ്കുവെക്കുന്നുണ്ട് മസർ ഈ പുസ്തകത്തിൽ. ബോളിവുഡ് സൂപ്പർ താരങ്ങളായ ഷാറുഖ് ഖാന്റെയും സൽമാൻ ഖാന്റെയും വെറുപ്പ് സമ്പാദിച്ച കഥയുണ്ട് മാസ് ഫയലിൽ. ഷാറുഖ് ഖാനെ ചൊടിപ്പിച്ചത് പാം ജുമൈറയിലെ തന്റെ വീടിനെക്കുറിച്ച് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ്. And there's a lot of curiosity about the house, whether he's got it as a gift or whether he has bought it. People wanted to know what that house is like. I said, okay, let's go and show the world his house. So I had a Toyota Corolla those days. I went into this community in Palm Jumeirah. Now Palm Jumeirah, as you would know, you can't get into that. You cannot go inside, especially if you're driving a Toyota Corolla. So we went there and the guard said, oh, go away, they shoot us away. So next day I got a BMW and an Aston Martin test drive car. I got a good looking woman sitting at the front with a big
box wearing a hat. And the same guards who stopped us, they saluted us and let us inside. So we went inside, and because the beach is common, we went there and said, this is Shah Rukh Khan's house. And I was told Shah Rukh Khan got very upset afterwards. സിനിമയിൽ നിറം മങ്ങിയ കാലത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ ദുബൈയിലെത്തിയത് റിപ്പോർട്ട് ചെയ്തതിനാണ് സല്ലുഭായ് പിണങ്ങിയത്. So around that time, he had come to Dubai to inaugurate a driving school. Now Salman Khan inaugurating a driving school is like, it's like Bill Cosby championing for child safety. So okay, I said, okay, let's do this. So I went to this event and Salman Khan was sitting in front of me. I said, Salman bhai, like, what are you doing with driving school? He says, shh, don't talk about it. I said, no, I'm going to talk about it. So when Salman Khan went on stage, so I asked him, he had no answers. So next day we ran a story on the front page saying, actor who ran over 5 inaugurates driving school. There was a huge uproar about it. So that was very satisfying. തൻ്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര കുറ്റവാളികളടക്കം 250 ക്രിമിനലുകളെ അഴിക്കുള്ളിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മസർ അഭിമാനത്തോടെ പറയുന്നു. 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുള്ള പുസ്തകത്തിലെ ക്രിമിനലുകളെക്കുറിച്ച കഥകൾ വെബ് സീരീസാക്കാൻ പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. അടുത്തിടെ UAE-യിൽ ആയിരങ്ങളടങ്ങുന്ന സൈബർ ക്രൈം സിൻഡിക്കേറ്റിനെ പോലീസിന്റെ വലയിലാക്കാൻ വഴിയൊരുക്കിയതും മസറിന്റെ റിപ്പോർട്ടായിരുന്നു. ഇപ്പോൾ ആമസോണിൽ ബെസ്റ്റ് സെല്ലറായി മാറിയ മാസ് ഫയൽസിന് പിന്നാലെ മറ്റൊരു പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് മസർ ഇപ്പോൾ. വീക്കെൻഡ് റിവ്യൂവിൽ ചെറിയൊരു ഇടവേള.